ഇന്ന് നമ്മളൊരു ചേട്ടന്റെയും അനിയത്തിയുടെയും കഥയാണ് കേൾക്കാനായി പോകുന്നത്. ഇവരുടെ ഈ കഥ തായ്ലൻഡില് വലിയൊരു ഹിറ്റായി മാറിയ കഥയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 2018 റിലീസായ ബ്രദർ ഓഫ് ദി ഇയർ എന്ന ഒരു റൊമാൻറ്റിക് തായ് കോമഡി ചിത്രത്തിനെ പറ്റിയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സണ്ണിയെ കാണിച്ചുകൊണ്ടാണ്. സണ്ണി ഒരു പബ്ബില് വളരെയധികം എൻജോയ് ചെയ്ത് നിൽക്കുന്നു. ഡ്രിങ്ക്സ് അടിക്കുകയും ഡാൻസ് ചെയ്യുകയും ആളുകളോട് സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന സണ്ണി അവിടെ ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് 1 നൈറ്റ് സ്റ്റാൻഡിനായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വീടിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുന്നത് ആ പെൺകുട്ടിയുടെ ഉള്ളിലെ ആ ഒരു ഇംപ്രഷൻ പോകാതിരിക്കാനായി പറ്റുന്ന പോലെയൊക്കെ നൈസായി റെഡിയാക്കി അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ കണ്ട ഒരു ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പെണ്ണിന്റെ ഫോട്ടോ ആണ്. ഇത് എന്റെ അമ്മയാണെന്ന് സണ്ണി പറയുമ്പോ അമ്മയോ നല്ല ചെറുപ്പമായിട്ടുണ്ടല്ലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ എന്റെ അമ്മ തന്നെയാ, ചെറുപ്പത്തിലെ ഫോട്ടോ, പഠിക്കാനായിട്ട് അബ്രോഡ് പോയപ്പോ എടുത്ത ഫോട്ടോ ആണെന്നും പറഞ്ഞ് അവൻ വേഗം കാര്യത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യം നടക്കുന്ന സമയത്താണ് ആ വീടിന്റെ പുറത്തായി ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അവളാണ് നമ്മുടെ കഥാനായികയായ റിയാൻ. പുറത്ത് ചെരുപ്പ് കിടക്കുന്നത് കാണുമ്പോഴേ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. വേഗം ചെന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇടുമ്പോഴേ അകത്ത് സണ്ണിയും ആ പെണ്ണും. സണ്ണി വേഗം തന്നെ പ്ലേറ്റ് മാറ്റുന്നുണ്ട്. അതെ, ആ ഫയല് സൈൻ ചെയ്യുന്ന കാര്യമില്ലേ, ഞാൻ നോക്കാം, വേഗം തന്നെ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ഉരുണ്ട് കളിക്കേണ്ട, കവിളിൽ ആ ലിപ്സ്റ്റിക്കിന്റെ പാട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് റിയാൻ പറയുന്നുണ്ടായിരുന്നു. റിയാനെ കാണുമ്പോ ഇതല്ലേ ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിന്ന് അവൾക്ക് കറക്റ്റ് ആയി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് അമ്മയല്ല അനിയത്തി അല്ലേന്ന് കറക്റ്റ് ആയി ആ പെൺകുട്ടി കണ്ടുപിടിക്കുമ്പോഴേക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം അവിടെ നിന്ന് പോകുമ്പോ സണ്ണിക്ക് ആകെ പാടെ നിരാശ. ഇവളുടെ ടൈമിങ്, ഇവൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിലോ എന്ന് സണ്ണി അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും സണ്ണിയെ പുറത്താക്കി റിയാൻ കഥ കടക്കുന്നുണ്ട്. അവള് പോയല്ലോ, നീ കഥ തുറക്കുന്നു പറഞ്ഞ് സണ്ണി അലമുറ ഇടുന്നുണ്ടെങ്കിലും റിയാൻ തുറക്കുന്നേ ഇല്ല. ഞാൻ ഇല്ലാത്ത സമയം വീട്ടിലോട്ട് ഇമാതിരി പരിപാടിക്ക് പെമ്പിള്ളാരൊന്നും വിളിച്ചോണ്ട് വന്നേക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെല്ലാം സണ്ണിയുടെ സ്വഭാവം നല്ലവണ്ണം അറിയാവുന്ന അവൾ പ്രത്യേകം ചോദിക്കുന്നു. വീടിന്റെ കോലം കണ്ടില്ലേ, കുറച്ച് വൃത്തിക്കും വെടുപ്പിന് വീട് വെച്ചൂടെ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോഴേക്കും നീ ഡയലോഗ് അടിക്കാതെ കഥക് തുറക്കാനായി സണ്ണി പറയുമ്പോൾ സൗകര്യം ഇല്ലാന്നും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് സണ്ണിയുടെ മുഖത്ത് നോക്കി അവന്റെ ഇരട്ടപ്പേരും വിളിച്ച് അകത്തേക്ക് റിയാൻ കയറി പോകുമ്പോ ആ ഇരട്ടപ്പേര് കേൾക്കുന്ന സണ്ണിയുടെ വാ അടയുന്നുണ്ട്. അവനാകെ ഡിപ്രഷൻ അടിച്ച കണക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനകത്ത് കയറി കിടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാല് അമ്മയ്ക്ക് കുഞ്ഞുവാവ ഉണ്ടായിന്നും പറഞ്ഞ് അച്ഛൻ സണ്ണിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കൂടെ പോയത്. അമ്മയുടെ അടുത്ത് കിടക്കുന്ന കുഞ്ഞുവാവ തന്റെ അനിയൻകുട്ടനാണല്ലോ എന്നുള്ള സന്തോഷത്തില് അടുത്ത് ചെന്നവൻ അനിയന് കണ്ടുവച്ചിരുന്ന പേരൊക്കെ വിളിക്കുമ്പോഴേക്കും ഇത് അനിയനല്ല അനിയത്തിയാണെന്ന് അമ്മ പറഞ്ഞത് ഇടിവെട്ടിയ കണക്കായിരുന്നു സണ്ണിക്ക് ഉണ്ടായിരുന്നത്. കാരണം അവൻ ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ മുതലേ ഒരു അനിയനെയാണ് ആഗ്രഹിച്ചിരുന്നത്. അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോ അവൻ അത് സഹിച്ചതേയില്ല. അതിലപ്പുറം അവൻ കുഞ്ഞുവാവയ്ക്കായി കണ്ടുവച്ചിരുന്ന, അതായത് അനിയവാവ ഉണ്ടായാല് ആ വാവയ്ക്കായി കണ്ടുവച്ചിരുന്ന റിയാൻ എന്ന പേര് അമ്മയും അച്ഛനും കൂടി ഈ വാവയ്ക്ക് ഇട്ടുകൊടുത്തത് അവനൊട്ട് സഹിച്ചുമില്ല. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് അവന്റെ പ്രശ്നങ്ങള്. വലുതായപ്പോ അത് കൂടിയതേ ഉള്ളൂ. കാരണം അവന്റെ അനിയത്തി റിയാൻ ഒരു അപാര പഠിപ്പിസ്റ്റാണ്. അവൾക്ക് എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. ഇവനാണെങ്കിൽ കഷ്ടിച്ചാണ് പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരില് അമ്മയുടെ കയ്യിൽ നിന്ന് അനിയത്തിയെ കണ്ട് പഠിക്കടാന്നും പറഞ്ഞ് അവന് ഇഷ്ടം പോലെ ശകാരം കിട്ടിയിട്ടുണ്ട്. പഠനത്തിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും റിയാൻ ഒരു സംഭവമായിരുന്നു. പാട്ട്, ഓട്ടം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. ഇവൻ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണെങ്കിൽ അവൾ എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവൾ ക്രിക്കറ്റ് കളിക്കാനായി പോകുന്നുണ്ട്. ബാറ്റിംഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ കയ്യിൽ നിന്ന് ബാറ്റ് സ്ലിപ്പായി നേരെ അത് തെറിച്ച് അവിടെ നിന്നിരുന്ന സണ്ണിയുടെ താടിക്ക് ചെന്ന് അടിക്കുകയും താടി പൊട്ടി ചോര വരികയും ചെയ്യുന്നു. തുടർന്ന് അത് കണ്ട് അവൾ വേഗം കയ്യിൽ കർച്ചീഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോക്കറ്റിൽ കിടന്ന നാപ്കിൻ എടുത്ത് താടിയിൽ ഇങ്ങനെ ആ ചോര മാറാനെ ഒട്ടിച്ചു കൊടുക്കുന്ന കാഴ്ച കൂടെ നിന്നവരൊക്കെ കണ്ട് ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. ഇവളിത് എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തത് തന്നെയാണെന്ന് അവൻ അതോടുകൂടി കലിപ്പൊന്നുകൂടെ കൂടി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അച്ഛനെ അവർക്ക് നഷ്ടമാണ്. അമ്മയും സണ്ണിയും റിയാനും മാത്രം അങ്ങനെ മുന്നോട്ട് പോകുന്ന ടീം. അമ്മയ്ക്ക് ഗ്രാമത്തിലെ അവരുടെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കാനായി ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടി വരികയും സിറ്റിയിലെ ഒരു വീടെടുത്ത് അവിടെ പഠിക്കാനായി ഇവരെ വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ താമസിച്ച് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് കോളേജിൽ വെച്ച് സ്കോളർഷിപ്പ് കിട്ടി 2 വർഷം വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ഒരു അവസരം റിയാന് വരുന്നത്. അവളങ്ങനെ അവിടേക്ക് പോകുന്ന ടീം പ്രത്യേകമായി അവനോട് പറയുന്നുണ്ട് വീട് വൃത്തിയായി തന്നെ വെക്കണം, ആവശ്യമില്ലാത്ത ആളുകളെ ഒന്നും വീട്ടിലോട്ട് കൊണ്ടുവരരുത് എന്നെല്ലാം. അതൊക്കെ തലയാട്ടി സണ്ണി കേട്ടെങ്കിലും അവൾ ആ വീട് വിട്ട് ഇറങ്ങിയ ആ ഒരു സമയം മുതൽ അർമാദിച്ച് ജീവിക്കുകയായിരുന്നു. അവന് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ജീവിച്ച് ഇഷ്ടമുള്ള ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വീട് ഒട്ടും വൃത്തിയാക്കാതെ അങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ റിയാൻ തിരിച്ചു വന്നപ്പോ ഈ പണി കിട്ടി അവനിപ്പോ പുറത്ത് കിടക്കുന്നത്. എന്ത് നല്ല ലൈഫായിരുന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു അവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും നേരം വിളിക്കുന്നുണ്ട്. അങ്ങനെ റിയാൻ രാവിലെ വീടിന്റെ കോലം കാണുമ്പോ ഇന്നലെ രാത്രി കണ്ടതിനേക്കാൾ എത്രയോ ഭീകരമാണ് വീടാക്കി ഇട്ടിരിക്കുന്നതെന്ന് കാണുമ്പോ ഭയങ്കരമായി തന്നെ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എത്രയോ ദിവസങ്ങളായി കഴിച്ച പാത്രങ്ങൾ പോലും കഴുകാതെ സിങ്കി കൂട്ടിയിട്ടേക്കുന്നു. വീടിന്റെ ഒരു ഭാഗം പോലും വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ല. ഈ സമയത്താണ് ഇതുപോലെ
ഇതുപോലൊരു ചേട്ടനെ കൊണ്ട് എങ്ങനെയായിരുന്നു തന്റെ ജീവിതം ഇത്രയും നാള് വന്നത് എന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്ന റിയാനെ നമ്മൾ കാണുന്നത്. റിയാന് അവളുടെ ചേട്ടനെ വലിയ കാര്യമാണ്. ചേട്ടന്റെ കൂടെ ഗെയിം കളിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവൾ വിചാരിക്കുന്ന ടീമൊന്നും അതിന് സാധിച്ചിട്ടേ ഇല്ല. ഗെയിം കളിക്കാനായി പോയാൽ സണ്ണി അവളെ കൂട്ടുകയില്ല. സണ്ണിയുടെ ബുക്ക് കാണും, അവളെടുത്ത് വായിക്കുന്ന കണ്ട എന്തിനാ എന്റെ കോമിക് ബുക്ക് എടുത്ത് വായിക്കുന്നതെന്ന് പറഞ്ഞ് അത് പിടിച്ച് വലിച്ച് മേടിച്ചോണ്ട് പോകും. പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നല്ല അടി അവൾക്ക് കൊടുക്കുമായിരുന്നു. അതൊക്കെ പോട്ടെന്ന് വെക്കാം, ചേട്ടനല്ലേ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? തോറ്റു തുന്നം പാടി അവൾ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ അവളുടെ കൂടെ പഠിക്കാൻ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചേട്ടനെ കൊണ്ട് നാണക്കേട് അവൾ അനുഭവിച്ചത്. അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് ആയപ്പോഴേക്കും ചേട്ടന് ഡേറ്റിംഗിന്റെ രോഗം പിടികൂടി. ഓരോ ദിവസം ഓരോ പെമ്പിള്ളാരെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ. സാധാരണ വലിയവരാണ് ഇളയവരെ നോക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച ഞാനാ എന്റെ ചേട്ടന്റെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. സ്വന്തം തുണി പോലും അലക്കില്ല, വീട്ടിലേക്ക് ഒരു സഹായവും ചെയ്യില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന ഈ ചേട്ടന് പക്ഷെ ഒരു സമയത്ത് മാത്രം എന്റെ ചേട്ടനാണെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം വരും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യോ എന്നെ ആരെങ്കിലും ഡേറ്റ് ചെയ്യാൻ വരുവോ ചെയ്യുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ മാത്രം എന്റെ ചേട്ടനാണെന്ന രീതിക്ക് വന്ന് അവന്മാരെ പേടിപ്പിച്ച് ഓടിക്കുന്നത് എന്റെ ചേട്ടന്റെ പ്രധാന ഒരു കലാപരിപാടിയാണ്. അങ്ങനെ ഈ ചേട്ടനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. ഇതുപോലൊരു ചേട്ടൻ ഇല്ലാണ്ടിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നെല്ലാം അവളിങ്ങനെ ഓർക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് വേഗം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന റിയാനെ കാണുമ്പോൾ തന്നെ നീ ഒന്നും ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു കാര്യമില്ല, ഇന്റർവ്യൂവിന് സെലക്ട് ആവണമെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസം വേണമെന്നൊക്കെ പറഞ്ഞ് സണ്ണി അവളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ ഇവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊട്ടും തന്നെ കാര്യമാക്കാതെ അങ്ങനെ റെഡിയായി ഇന്റർവ്യൂവിന് പോകുന്നു. നല്ല രീതിക്ക് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാനും അവിടെ സെലക്ട് ആവാനും റിയാനെ സാധിക്കുന്നുണ്ട്. റിയാനെ ഇന്റർവ്യൂ ചെയ്ത ഈ പയ്യൻ അവിടുത്തെ ഹെഡാണ്. ആളുടെ പേര് മോച്ചി എന്നാണ്. മോച്ചി ഒരു ജാപ്പനീസ് ആയതുകൊണ്ടും റിയാൻ കഴിഞ്ഞ 2 വർഷം സ്കോളർഷിപ്പ് കിട്ടി ജപ്പാനിൽ പോയി പഠിച്ചിട്ട് വന്നതുകൊണ്ടും ഇവർക്കിടയിൽ പ്രത്യേകമായ ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. മോച്ചിയുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് റിയാനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സണ്ണി അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കായിരുന്നു. ആ സമയത്താണ് അവരുടെ ബോസ് പെട്ടെന്ന് മീറ്റിംഗ് വിളിക്കുന്നത്. പ്രസന്റേഷൻ അപ്പൊ അവിടെ ചെയ്യേണ്ടതുകൊണ്ട് സണ്ണി വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. പ്രസന്റേഷന് തൊട്ട് മുന്നേ ബോസ് സണ്ണിയോട് നമുക്ക് പുതിയൊരു അസിസ്റ്റന്റ് മാനേജർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇത് മറ്റാരും അല്ല മോച്ചിയാണ്. മോച്ചി പരിചയപ്പെടുത്തുന്ന പുതിയ അസിസ്റ്റന്റ് മാനേജർ മറ്റാരും അല്ല റിയാൻ ആണ് എന്നത്. അപ്പോൾ റിയാൻ ജോലിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് സണ്ണി ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ റിയാൻ അവിടെ കണ്ടപാട് സണ്ണിക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഓ ഇവള് ഇവിടെയും വന്നൊന്നും മട്ടിലായിരുന്നു അവന്റെ മുഖം ഇരിക്കുന്നത്. റിയാനായിട്ട് ഇത് ചേട്ടനാണ് എന്ന ആ ഒരു രീതിക്കും പരിഗണിക്കാതെ സണ്ണിയുടെ പ്രസന്റേഷൻ അവിടെ കാണുകയും അതിനെ കറക്റ്റ് ആയി തന്നെ അതിന്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയും 3 ടൈപ്പ് ആഡിന്റെ പ്രസന്റേഷൻ നടത്താൻ പറഞ്ഞാൽ ഇത് 3ഉം ഒരേ കണക്ക് തന്നെയുണ്ട്, ജസ്റ്റ് ഫോട്ടോ കോപ്പി, ഇത് പറ്റില്ല, വേറെ ഐഡിയ കൊണ്ടുവരാനായി പറഞ്ഞ് അപ്പൊ തന്നെ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്ന ദിവസം തന്നെ ഒട്ടും തന്നെ പേടിക്കാതെ വ്യക്തമായി തന്നെ അവിടെ ഒരു ഡിസിഷൻ എടുത്ത റിയാനെ കുറച്ചുകൂടെ മോച്ചിക്ക് ഭയങ്കരമായി ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ സമയത്ത് തോന്നി തുടങ്ങിയ താല്പര്യം പിന്നീട് അങ്ങോട്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ വളർന്ന് അവർക്ക് പരസ്പരം ഒരു ഇഷ്ടമായി മാറുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് സംസാരിക്കുമ്പോൾ അല്ല ജപ്പാനിൽ പോയപ്പോ അവിടുത്തെ കൾച്ചർ ഒക്കെ ആയിട്ട് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റി, എന്താ ജപ്പാൻ തന്നെ ചൂസ് ചെയ്തെന്നിങ്ങനെ ഒരു സംസാരം മോച്ചിക്കും റിയാനും ഇടയിൽ വരുന്നത്. ആ ടീമാണ് അവൾ. എനിക്ക് ജപ്പാനെ പറ്റി ഒരു പിക്ചർ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ കുറെ കോമിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്, ജപ്പാനിലെ കൾച്ചറൊക്കെ അതുവഴി എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെന്നെല്ലാം അവൾ പറയുന്ന ടീം. എന്റെ ചേട്ടന്റെ കോമിക്സ് ആണ് കേട്ടോ, അതൊക്കെ എടുത്ത് വായിക്കുന്നതിന് അവൻ എന്നെ അടിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം അവൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഫാമിലിയെ പറ്റി ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ, നിന്റെ ചേട്ടനെ പറ്റി പറയാന്നും പറഞ്ഞ് മോച്ചി ചോദിക്കുമ്പോഴാണ് സണ്ണിയാണ് തന്റെ ചേട്ടൻ എന്ന കാര്യം റിയാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മോച്ചിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇതുവരെ അവൻ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു. നമ്മുടെ റിലേഷനെ പറ്റി സണ്ണിയോട് പറയണ്ടേന്ന് മോച്ചി ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അത് അപ്പൊ തന്നെ റിയാൻ റിജക്ട് ചെയ്യുന്നു. മറ്റൊന്നുമല്ല, പണ്ട് മുതലേ തന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ചേട്ടനായിട്ട് പോയി അത് കലക്കുന്ന ഒരു പരിപാടി സണ്ണിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് മോച്ചിയെ നഷ്ടമാവുമെന്നുള്ള പേടിയിൽ റിയാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അവൾ ഇങ്ങനെ അതിപ്പോ പറയണ്ടെന്ന് പറയുമ്പോൾ അവൻ കരുതുന്നത് അതിപ്പോ ഇവൾ ഇങ്ങനെ പറഞ്ഞാൽ തന്നോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്ന രീതിക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഒന്ന് അപ്സെറ്റ് ആവുമ്പോഴേക്കും അത് ശ്രദ്ധിക്കുന്ന അവൾ അങ്ങനെ ഒന്നും വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലാന്ന് പറഞ്ഞ് അവനൊന്ന് ചെറിയാനെ ഒരു കിസ് കൊടുക്കുന്നുണ്ട് കവിളില്. എന്തായാലും ഈ ടീം ഈ ഒരു കാഴ്ച അല്പം ദൂരം നിന്ന് സണ്ണി കാണുന്നു. സണ്ണിയെ അപ്പൊ അവിടെ ഒട്ടും തന്നെ റിയാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അവൻ കണ്ടുവെന്ന് അവളും കണ്ടതുകൊണ്ട് തന്നെ ആകെ ഞെട്ടുന്ന അവൾ തന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് അവൻ കാണരുതെന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിൽ വേഗം അവിടെ നിന്ന് മോച്ചിയുമായി സ്ഥലം വിടുന്നു. സണ്ണി റിയാൻ അവിടെ ആരോടോ കൂടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ആരാണത്, കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് മര്യാദയ്ക്ക് കാണാൻ സാധിക്കാഞ്ഞത് കൊണ്ടും അപ്പോഴേക്കും റിയാൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞതുകൊണ്ടും എന്തായാലും നിന്നെ എന്റെ കൈ കിട്ടാതിരിക്കില്ല എന്ന് അവൻ ആകെപ്പാട് കലിപ്പാവുന്നു. എന്നാലും അധികം വൈകാതെ മോച്ചിയാണ് തന്റെ അനിയത്തിയായ റിയാന്റെ ബോയ് ഫ്രണ്ട് എന്ന കാര്യം സണ്ണി കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ദിവസം കമ്പനിയിൽ ഒരു പ്രസന്റേഷൻ നടക്കുന്ന ടീം സണ്ണിയോടെ മാർക്കറ്റിംഗ് ടീമിന്റെ ഹെഡായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ആഡാണ് ഇപ്പോൾ സണ്ണിയോടെ പ്രസന്റ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മോച്ചിയും റിയാനും കൂടി അതിൽ ചെറിയ ചേഞ്ചസ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകമായി അവരതിലെ കളറിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രീൻ ഒരുപാട് അതിൽ എടുത്തു നിൽക്കേണ്ട, ഗ്രീൻ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ കളറാണ്
കളറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രീൻ മാറ്റി നമ്മുടെ കളറായ റെഡ് തന്നെ ഒന്ന് പ്ലേസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ പുല്ലല്ലേ, ഈ പുല്ലിനൊക്കെ നമുക്ക് പച്ച പെയിന്റ് മാറ്റി ചുമല പെയിന്റ് അടിച്ച് വെക്കാൻ പറ്റുമെന്ന് സണ്ണി ചോദിക്കുന്നുണ്ടെങ്കിലും എന്നാലും ആ ഗ്രീൻ ആണ് അവിടെ എടുത്തു നിൽക്കുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്തുകൊണ്ട് വരാനായി തന്നെ മോച്ചി അവിടെ ഫൈനൽ ഡിസിഷൻ ആയി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സണ്ണിക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. അവൻ നേരെ ടോയ്ലറ്റിലേക്ക് പോയി പുലമ്പുന്നുണ്ട്. ഇയാൾക്ക് എന്ത് വട്ടാണോ, എങ്ങനെ പുല്ലിനൊക്കെ ചുമല പെയിന്റ് അടിച്ച് വെക്കാന്നല്ല ദേഷ്യപ്പെടുന്ന അവൻ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഈ ആഡ് കൊണ്ടുപോയി വിറ്റാലോന്നാ ഞാൻ ആലോചിക്കുന്നതെന്നെല്ലാം പുലമ്പുന്നത് മോച്ചി കേൾക്കുന്നുണ്ട്. മോച്ചിക്ക് അത് ഭയങ്കര ദേഷ്യമായി മാറുന്നുണ്ട്. എത്ര വലിയൊരു കാര്യം എന്നറിയോ നിങ്ങൾ ഈ പറഞ്ഞത്, വളരെ സെൻസിറ്റീവ് ആയ ഒരു കാര്യം അത്. നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഈ ഒരു ആഡ് വിൽക്കാന്നൊക്കെ പറയുന്നത് ഈ കമ്പനി നിന്നുകൊണ്ട് അത് പറയുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അറിയില്ലെന്നല്ല മോച്ചി ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, വിട്ടുന്നില്ലല്ലോ, അതൊന്നും സാരമില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് റിയാന്റെ ബ്രദർ, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഞാനും കൂടി സമ്മതിച്ചാലും നിങ്ങളുടെ കല്യാണം നടക്കുന്നെല്ലാം പറഞ്ഞ് മോച്ചിയെ തന്റെ വഴിക്ക് കൊണ്ടുവരാനായി സണ്ണിക്ക് സാധിക്കുന്നു. ഓക്കെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് അവന്റെ തോളി രണ്ട് തട്ടും തട്ടി സണ്ണി അവിടെ നിന്ന് പോകുമ്പോ മോച്ചിക്ക് ഭയങ്കര ഇഷ്ടക്കേട് അപ്പോഴും ഉണ്ട്. പക്ഷെ സണ്ണി എന്ത് തെറ്റായ കാര്യം പറഞ്ഞത്, അത് ബോസ് അറിഞ്ഞാല് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇത് ഞാൻ ബോസിനോട് പറയേണ്ടതല്ല, അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. പക്ഷെ റിയാന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാനിത് എങ്ങനെ പറയുന്നൊക്കെ ആലോചിങ്ങനെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി അവൻ നിൽക്കുമ്പോഴേക്കും കയ്യിലേക്ക് എന്തോ ഒരു പൊടി വന്ന് വീഴുന്നുണ്ട്. എന്താ അതെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ സിഗരറ്റിന്റെ പൊടിയാണ്. മുകളിൽ നിന്ന് ഇവരുടെ കമ്പനിയുടെ ഓണർ പുക വലിച്ചുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വേഗം തന്നെ മോച്ചിയെ വിളിപ്പിക്കുന്നു. മോച്ചി ബോസിനോട് ഇത് പറയാതെ മറച്ചു വെക്കാന്ന് സണ്ണിക്ക് വാക്ക് കൊടുത്തിരുന്നല്ലോ, എന്തായാലും അതെല്ലാം ഇപ്പൊ ബോസ് കേട്ടിരിക്കുന്നു. മോച്ചി അവന്റെ ഭാഗം അവിടെ പറയാനായി നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞ സണ്ണിയേക്കാളേറെ ഇത് കേട്ട മുതലാളിക്ക് മോച്ചിയോടാണ് ദേഷ്യം തോന്നുന്നത്. കാരണം സണ്ണി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ, പക്ഷെ സണ്ണി പറഞ്ഞ ആ ഒരു തെറ്റ് എത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒരു പെണ്ണിന് വേണ്ടി ഇത്രയും നാള് ജോലി ചെയ്ത കമ്പനിയെ പോലും മറക്കാനായി മോച്ചിക്ക് തോന്നി എന്ന ആ ഒരു രീതിക്കാണ് ബോസ് ഇതിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മോച്ചിയുടെ ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി തിരിച്ചു പൊക്കോളാനായി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു കാര്യം അറിയുന്ന റിയാനാകട്ടെ ആകെ സങ്കടത്തിലാവുന്നു. ഷോ എന്റെ പേര് പറഞ്ഞല്ലേ അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതുകൊണ്ടല്ലേ നിനക്കിപ്പോ ജോലി പോയത്, നീ ഇനി ഇവിടുന്ന് പോയിട്ട് വരില്ല എന്നെല്ലാം അവൾ സങ്കടപ്പെടുമ്പോ സാരമില്ലെന്നേ, എന്തായാലും എനിക്കെന്നും തായ്ലൻഡിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, എന്നായാലും ഞാൻ ജപ്പാനിലേക്ക് മടങ്ങിപ്പോയാലേ പറ്റൂ, അത് കുറച്ച് നേരത്തെ ആയിന്ന് കരുതിയാൽ മതി. പക്ഷെ എന്റെ സങ്കടം നിന്റെ കാര്യം ഓർന്നിട്ടാ, എനിക്ക് നിന്നെ കാണാതെയോ മിണ്ടാതെയോ ഇരിക്കാനേ പറ്റില്ല, അതിന് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ഭയങ്കരമായി സങ്കടപ്പെടുന്നു. എന്തായാലും അപ്പൊ തന്നെ കയ്യിൽ കരുതിയ റിംഗ് എടുത്ത് മോച്ചി വേഗം തന്നെ റിയാനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അവന് കല്യാണം കഴിക്കാനായി. അവൾ അത് കേൾക്കാനായി വളരെയേറെ കാത്തിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ച സണ്ണി ആകട്ടെ അന്നും ഡേറ്റിനൊക്കെ പോകുന്നുണ്ട്. ഇത്തവണ കൊളീഗിനെ തന്നെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആകെപ്പാടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഒരു പരുവത്തിലാണ് വീട്ടിലേക്ക് സണ്ണി എത്തുന്നത്. അവിടെ തന്നെ കിടന്നവൻ വൊമിറ്റൊക്കെ ചെയ്ത് അവിടെ മൊത്തം വൃത്തികേടാക്കുമ്പോൾ ഇതൊക്കെ കണ്ട് റിയാന് ദേഷ്യം വരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ കാണുമ്പോൾ പോയി ഒന്ന് തുടച്ചു കൊടുത്ത് ക്ലീൻ ഒക്കെ ചെയ്യാനായി സഹായിക്കുന്ന, പക്ഷെ അവൾക്ക് അതിന് തോന്നുന്നില്ല. കാരണം അമ്മാതിരി പണിയല്ലേ മോച്ചിക്ക് സണ്ണി കൊടുത്തത്. എന്തായാലും മോച്ചി സണ്ണിയെ മാരേജിന് പ്രപ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ കല്യാണക്കാര്യം സംസാരിക്കാനായി മോച്ചിയുടെ അമ്മ ജപ്പാനിൽ നിന്ന് വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോ റിയാന്റെ അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സണ്ണിയാണ് അവർ വന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സണ്ണി ആകട്ടെ ഇവരുടെ കല്യാണം എങ്ങനെയും മുടക്കണം എന്നുള്ള രീതിക്ക് അവരുടെ മുമ്പിൽ ഭയങ്കര ചീപ്പായിട്ടാണ് പെരുമാറുന്നത്. ഫുഡ് കഴിക്കാനായിട്ടാണ് ഇവർ കണ്ടുമുട്ടി സംസാരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് വളരെ അലമ്പ് സ്വഭാവമായിരുന്നു സണ്ണി കാണിക്കുന്നത്. പക്ഷെ അതൊന്നും കണ്ടിട്ടും മോച്ചിയുടെ അമ്മ പിന്മാറുന്നില്ല. ഇവർക്കിടയിലെ താല്പര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിയാനെ വളരെ ഇഷ്ടമായി, മോച്ചിയുടെ അവളുടെയും കല്യാണം നടത്തുന്നതിനെ പറ്റിയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെ ചുമ്മാ നടത്തി തരാനൊന്നും പറ്റില്ല, ഇവളെ കെട്ടണമെങ്കിൽ നിങ്ങൾ $10 ലക്ഷം ഇങ്ങോട്ടേക്ക് സ്ത്രീധനം തരേണ്ടി വരുമെന്നും പറയുന്നു. അത് കേട്ട് റിയാന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, ഈ ചേട്ടനത് എന്തൊക്കെയാ പുലമ്പുന്നതെന്ന് അവൾക്കും ദേഷ്യം വരുന്നു. സോറി നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ടെന്നില്ല റിയാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണം നടത്തണം, കല്യാണ ശേഷം ഞങ്ങൾ ജപ്പാനിലാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം മോച്ചി സണ്ണിയോട് പറയുമ്പോൾ ഓ നിങ്ങൾ ജപ്പാനിൽ സെറ്റിൽ ആവാൻ പോവാണോ, ഈ കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യം വരുന്ന സണ്ണി എന്തായാലും എന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചങ്ങ് ജപ്പാനിലേക്ക് പറഞ്ഞു വിടാനേ എനിക്കൊരു താല്പര്യമില്ല, അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. എന്തായാലും ഇവിടെ വെച്ച് ഇപ്പൊ ഇവനോട് വല്ലതും സംസാരിച്ച ഇവൻ സീൻ ഉണ്ടാക്കിയേ ഉള്ളൂ എന്നറിയാവുന്ന റിയാൻ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് മോച്ചിയോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് സണ്ണിയുമായി പോകുന്നു. വീട്ടില് എത്തുന്നത് വരെ അവൾ ഭയങ്കരമായി കടിച്ചു പിടിച്ചിരുന്നെങ്കിലും വീട്ടില് എത്തിയപാടെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കല്യാണം മുടക്കാനും അതിൽ അഭിപ്രായം പറയാനും നിങ്ങൾ ആരാണ്, ഒരു ചേട്ടൻ എന്ന രീതിയിൽ ഇന്ന് വരെ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടോ എന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോൾ നീ കല്യാണം കഴിച്ച് എന്തിനാ ജപ്പാനിൽ പോകുന്നത്, അവിടെ പോയി നീ കഷ്ടപ്പെടുകയുള്ളൂ, ഈ മോച്ചി അത്ര നല്ലവനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവന് നീ ഇപ്പൊ പരിചയപ്പെട്ടിട്ട് 2-2.5 മാസമായിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കല്യാണം വരെ അങ്ങ് എത്തിയോ, അതും ജപ്പാനിൽ പോയി സെറ്റിൽ ആവുന്നത് വരെ എത്തിയൊന്നുമില്ല. സണ്ണി ദേഷ്യപ്പെടുമ്പോൾ ജപ്പാനിൽ ഞാൻ പോയി കഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടോളാം, ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ, മോച്ചിയെ എനിക്കിഷ്ടമാണ്, ചേട്ടനത് ഒരു കാര്യം പറഞ്ഞു മുടക്കാൻ നോക്കണ്ട, ചേട്ടന് ഞാൻ കല്യാണം കഴിക്കാതെ ഇവിടെ തന്നെ നിന്ന് ഇപ്പൊ ചെയ്യുന്ന പോലെ ചേട്ടന് വേണ്ടിയുള്ള അടിമപ്പണി എല്ലാം ചെയ്ത് എന്നെ അങ്ങനെ നിർത്തിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ, അതൊന്നും നടക്കില്ല, എനിക്ക് മോച്ചി ഇഷ്ടമാണ്, അവനെ ഞാൻ കല്യാണം കഴിക്കും, ഞങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന കണക്ക് തന്നെ ജപ്പാനിൽ പോയി സെറ്റിൽ ആവുന്നു അവൾ തറപ്പിച്ചു പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, ഇത് നടക്കാനും പോകുന്നില്ല എന്ന് സണ്ണി പറയുമ്പോ ഇതോടെ എല്ലാം അവസാനിച്ചു, ഈ വീട് നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മ വാങ്ങിച്ചെന്ന വീടല്ലേ, ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, എന്റെ ഷെയർ എടുത്ത് ഞാൻ പോവാ, ചേട്ടൻ എങ്ങനെയാന്ന് വെച്ചാൽ
ജീവിച്ചോ എന്ന് പറഞ്ഞ് റിയാൻ ഭയങ്കരമായിട്ട് പിണങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടിടങ്ങളിലായി അവർ പിന്നീട് താമസം ആരംഭിക്കുന്നുണ്ട്. അതായത് ചേട്ടനും അനിയത്തിയും ഇപ്പൊ പിണങ്ങിയാണ് മാറി താമസിക്കുന്നത്. ഒരു ഭാഗത്ത് മോച്ചിയുടെയും അമ്മയുടെയും കൂടെ തന്റെ കല്യാണത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിയാൻ സെറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും മറുഭാഗത്ത് ഇടയ്ക്ക് അവളോട് പോയി സംസാരിച്ചാലോ എന്നൊക്കെ സണ്ണിക്ക് തോന്നുന്നുണ്ടെങ്കിലും അവന്റെ ഈഗോ അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോലി സമയത്ത് കൂൾ ഡ്രിങ്ക്സിനകത്ത് മദ്യം മിക്സ് ചെയ്ത് കുടിക്കുന്നത് കൈയോടെ പിടികൂടിയ ശേഷം അവിടെ നിന്ന് സണ്ണിയെ ജോലി എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാനായി ഇങ്ങനെ ഓഫീസിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെ നിന്ന് ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സണ്ണിക്ക് എന്ന ഒരു കാര്യം അറിയാൻ അറിയുന്നത്. അവൾക്ക് അത് കേൾക്കുമ്പോൾ ഒന്ന് സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ചേട്ടനല്ലേ, ആകെപ്പാടെയുള്ള ജോലി കൂടി പോയാൽ അവന്റെ അവസ്ഥ എന്താവും എന്ന രീതിക്ക്. മോച്ചിയുടെ ഇവിടുത്തെ ജോലി പോയ ശേഷം അറിയാനും അവിടെ നിന്ന് ജോലി കളഞ്ഞിരുന്നു. കാരണം ഇനിയിപ്പോ വെഡിങ്ങും കാര്യങ്ങളും ഉടനെ ഉണ്ട്. അതിനുശേഷം ജപ്പാനിലേക്ക് പോകുമ്പോൾ ഇനി ഇവിടെ ജോലി ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളിപ്പോഴാണ് ഈ നടന്ന കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു കൊളീഗ് വഴി മറ്റൊരു കോണ്ടാക്ട് സംഘടിപ്പിക്കാനും അങ്ങനെ മറ്റൊരു ജോലി തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തെടുക്കാനും സണ്ണിക്ക് സാധിക്കുന്നു. അങ്ങനെ കല്യാണത്തിന്റെ തീയതി എടുക്കുന്നു. കല്യാണ കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കാനായി ഗ്രാമത്തിൽ നിന്ന് അമ്മയും ഇപ്പോ റിയാന്റെ കൂടെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വളരെ തിരക്കിലേക്കാണ് റിയാൻ പോകുന്നതെങ്കിലും അവൾ വളരെയേറെ സണ്ണിയെ മിസ് ചെയ്യുന്നുണ്ട്. അവളാകട്ടെ എന്തോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പഴയ യൂണിഫോം ഒക്കെ മോച്ചിയെ കാണിക്കുമ്പോൾ ഇതെന്റെ സ്കൂൾ യൂണിഫോം ആണെന്ന് അവൾ കാണിക്കുന്ന ടീം ഇതിൽ പക്ഷെ നിന്റെ ചേട്ടന്റെ പേരാണല്ലോ ഉള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്റെ ചേട്ടന്റെ യൂണിഫോം ആയിരുന്നു ഇത്. എന്റെ ചേട്ടൻ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഉപയോഗിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അവൻ എന്റെ ചേട്ടനാണെങ്കിലും അവൻ തോറ്റ് പിന്നെ എന്റെ കൂടെ ഒരേ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ഉള്ളിലെ സങ്കടം മറക്കുന്നുണ്ട്. പക്ഷെ അധികം വൈകാതെ അവൾ ഈഗോ ഒക്കെ മാറ്റിവെച്ച് അവന് മെസ്സേജ് അയക്കുന്നു. എന്റെ കല്യാണം ഇനി വളരെ കുറച്ച് ദിവസത്തിലാ, കല്യാണത്തിന് വരണേന്ന് പറഞ്ഞ് അവന്റെ ഇരട്ടപ്പേര് ചൊല്ലി അവൻ മെസ്സേജ് അയക്കുമ്പോഴേക്കും അവൻ ഒരു സ്ഥലത്തേക്ക് അവളെ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ പിണങ്ങി മാറി നിൽക്കുകയാണെന്നെങ്കിലും അവർക്ക് പരസ്പരം ഉള്ളിൽ ഭയങ്കരയേറെ കെയർ ഉണ്ട് എന്നത് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും അങ്ങനെ അന്ന് അവർ ഏറെ നേരം സംസാരിച്ച് അവിടെ നിന്ന് പിരിയുന്നു. രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചിരുന്ന ആ ഒരു വീട് അന്ന് ആ പിടങ്ങിയ സമയത്ത് വിറ്റ് രണ്ടാക്കാന്നും പറഞ്ഞ് മാറി താമസിക്കാറുന്നല്ലോ. ഇപ്പൊ വീണ്ടും ആ ഒരു വീട്ടിലേക്ക് കല്യാണ ആവശ്യങ്ങൾക്കായി ഇവർ വന്ന് താമസിക്കുന്നു. അടുത്ത ദിവസം കല്യാണമാണ്. അപ്പോ അങ്ങനെ വീട്ടില് അമ്മയും സണ്ണിയും റിയാനും ഉള്ള ടീം കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിലും കല്യാണ ദിവസം എനിക്ക് റെഡി ആവാനൊക്കെ നേരത്തെ പോകണം, എന്തായാലും സമയത്ത് മണ്ഡപത്തിലേക്ക് എത്തിക്കണേ. ദേ ഇന്നാ ഗിഫ്റ്റ്, കല്യാണ പെണ്ണിന്റെ ചേട്ടൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഇത് എടുക്കാൻ മറക്കരുത്, ഇതുമായിട്ട് മണ്ഡപത്തിലേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ റിയ അവളുടെ കല്യാണത്തിന് വേണ്ടി റെഡി ആവാനായി പോകുന്നു. തുടർന്ന് അവൻ വീട്ടിലുള്ള സമയത്താണ് അവിടെ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴാണ് അവൾ ഫോൺ എടുക്കാതെയാണ് പോയത് എന്നവൻ കാണുന്നതും ഒപ്പം അതിലെ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നതും. അത് കാണുന്നവൻ ആകെ ഞെട്ടുന്നു. കാരണം അവന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് കൊളീഗ് വഴി മറ്റൊരു ജോലി സെറ്റ് ആയിരുന്നല്ലോ. പക്ഷെ ആക്ച്വലി ആ ഒരു ജോലി സെറ്റ് ആയത് അവൻ വിചാരിച്ച കണക്ക് ആ കൊളീഗ് വഴി ആയിരുന്നില്ല, അറിയാൻ വഴിയാണെന്ന് അവൻ ഈ മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാനായി വന്ന ടീം തന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന അവളാണ്. താൻ ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ ഇനി ജോലി ഇല്ലാണ്ടായ വളരെയധികം കഷ്ടപ്പെടുന്നു മനസ്സിലാക്കി അവളുടെ കോൺടാക്ട് വഴി തനിക്ക് ജോലി തരപ്പെടുത്തിയതെന്നും എന്നാൽ അത് തനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവൾ ഹാൻഡിൽ ചെയ്യുകയായിരുന്നുവെന്നും അവൻ മനസ്സിലാക്കുമ്പോൾ അവനത് വല്ലാത്ത ഒരു ഇഷ്ടക്കേടായി മാറുന്നുണ്ട്. ആ ഒരു കലിപ്പ് ഉള്ളിൽ കയറുന്നവൻ അന്ന് അവളുടെ കല്യാണത്തിന് പോയതേയില്ല. കല്യാണ മണ്ഡപത്തിൽ അങ്ങനെ ഒരുങ്ങിയെത്തുന്ന അവൾ അവിടെ അവനെ തിരയുന്നുണ്ടെങ്കിലും കണ്ടെത്തിയതേയില്ല. അങ്ങനെ കല്യാണത്തിനൊക്കെ ശേഷം അവിടെ ബ്രൈഡിനോടും ഗ്രൂമിനോടും സംസാരിക്കുന്ന ഒരു സെഗ്മെന്റിൽ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കിടയിൽ ആ ഒരു ആങ്കർ ചേട്ടനെ കണ്ടില്ലല്ലോ, എന്താ ചേട്ടനോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ചേട്ടൻ കല്യാണത്തിന് വന്നാലും ഇല്ലെങ്കിലും അതെന്റെ ചേട്ടൻ തന്നെയാണ്, അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ വെന്യൂവിൽ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി ബാക്കി ചടങ്ങുകൾ പെണ്ണും ചെറുക്കനും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് എല്ലാം കഴിഞ്ഞ് സണ്ണിയുടെ വരവ്. അവനെ കണ്ടപാടെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്ത് പണി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. കാരണം ഇവരിപ്പോ ഉള്ളത് സണ്ണിയും റിയയും താമസിച്ചിരുന്ന ആ വീട്ടിൽ തന്നെയാണ്. കാരണം മോച്ചിയുടെ വീട് ജപ്പാനിലായതുകൊണ്ട് തന്നെ കല്യാണ ശേഷമുള്ള ചടങ്ങുകൾ ഇവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത്. അനിയത്തിയുടെ കല്യാണമാണെന്നുള്ള ഒരു ഉത്തരവാദിത്വം നിനക്കില്ലെന്നൊക്കെ ചോദിച്ച് അമ്മ ദേഷ്യപ്പെടുമ്പോൾ അവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ ടീം അമ്മ ദേ ഈ വീടിപ്പോ നിന്റെ പേരിൽ അവൾ എഴുതി വെച്ചിരിക്കുക, അപ്പൊ അത് നിന്റെയാണല്ലോ, അവളുടെ ഷെയറും കൂടി അവൾ നിനക്കായിട്ട് തന്നിരിക്കുക, അവള് ജപ്പാനിൽ പോകുമ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ട, നിനക്ക് എന്നാലും അവളോട് കുറച്ച് സ്നേഹം കാണിച്ചോടെ എന്നെല്ലാം അമ്മ ചോദിക്കുമ്പോൾ അതും കൂടി കേട്ട് കലിപ്പാവുന്നവൻ അവളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നീ വലിയ ആളാണെന്ന് കാണിക്കാനായിട്ടാണോ ഞാൻ പോലും അറിയാതെ എനിക്ക് ജോലി തരുന്നതും ഈ വീട് എനിക്ക് എഴുതി തരുന്നതും പിന്നെ നിന്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും എന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എന്ന രീതിയിൽ ഓൾറെഡി നീ ഒരു ഗിഫ്റ്റ് മേടിച്ച് തന്നുവിട്ട് അത് തന്നെ കൊണ്ടു കൊടുക്കണമെന്നും പറയുന്നതൊക്കെ ഞാൻ മര്യാദയ്ക്ക് ചെയ്യില്ല, നീ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അതിനെല്ലാം സമ്മതിച്ചു തന്നു, എന്താ മതിയോന്ന് ചോദിച്ച് അവൻ അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ജോലി ഇല്ലാണ്ടായപ്പോ സണ്ണിയെ സഹായിച്ചതും ഈ വീട് അവന് വേണ്ടി കൊടുത്തതും ഒന്നും തന്നെ അവന്റെ മുന്നിൽ ആളാവാനേ ആയിരുന്നില്ല. കൂടാതെ അവൻ വിചാരിക്കുന്ന കണക്ക് അവനെ കൊച്ചാക്കാനും ആയിരുന്നില്ല അവന്റെ ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാനായി ഇവള് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്. അതൊക്കെ ഇനി അവൻ ബുദ്ധിമുട്ടുണ്ട്, ലാസ്റ്റ് മിനിറ്റ് ഒരു ഗിഫ്റ്റ് അന്വേഷിച്ച് അവൻ ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ അവൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൻ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് അവളെ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞങ്ങനെ റിയാൻ മോച്ചിയുടെ കൂടെ ജപ്പാനിൽ പോയി അവിടെ അങ്ങ് സെറ്റിൽ ആവുകയാണ്. പിന്നീട് വർഷങ്ങളോളം റിയാനും സണ്ണിക്കിടയിൽ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. അന്നൊരു സംഭവത്തിന് ശേഷം അവർ കണ്ടിട്ടും ഇല്ല, മിണ്ടിയിട്ടും ഇല്ല, മെസ്സേജ് അയച്ചിട്ടും ഒന്നുമില്ല.
പക്ഷെ അതിനിടയിൽ ഒരു ദിവസം തന്റെ ആ ഒരു കൊളീഗുമായി വളരെ യാദൃശികമായി സണ്ണിക്ക് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പണ്ടത്തെ ആ കൊളീഗായിരുന്ന ആ പെൺകുട്ടി റിയാനെയും സണ്ണിയും അറിയാവുന്ന രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഇല്ലെന്ന് കാണുമ്പോൾ എന്നാലും നീ അവളോട് അങ്ങനെ പെരുമാറേണ്ട ഒരു ആവശ്യമില്ല, അവർക്ക് നിന്നെ എത്ര കാര്യമാണെന്ന് അറിയാവുന്ന ചോദിച്ച് തനിക്ക് അറിയാവുന്ന റിയാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ സണ്ണിയും ഭയങ്കരമായി മദ്യപിച്ച് വീട്ടിൽ പോയി കിടന്ന ടീമും അവൻ വോമിറ്റ് ചെയ്തിട്ടതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ വൃത്തിയാക്കും കണക്ക് വൃത്തിയാക്കിയ റിയാനെ കുറിച്ചും അവന് വേണ്ടി ജോലി എത്ര കഷ്ടപ്പെട്ട് സെറ്റാക്കി, എന്നാൽ അത് അറിഞ്ഞാൽ അവന് ഈഗോ അടിക്കും, അതുകൊണ്ട് അത് അറിയാതെ തന്നെ അവൻ ആ ജോലിക്ക് ഇരിക്കട്ടെ എന്ന രീതിക്ക് അവനെ കെയർ ചെയ്തിരുന്ന അവളെ പറ്റിയും അങ്ങനെ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാനും ഉള്ളതുകൊണ്ട് അവളെ വെറുത്തിട്ടില്ല, പക്ഷെ എന്തോ ഞാൻ കൂടെ ഉള്ളത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് സ്വയം തോന്നിയതുകൊണ്ട് പിന്മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കുഞ്ഞുണ്ടായിരുന്ന കാര്യം അറിഞ്ഞ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ കാണാനേ പോകുന്ന ടീം കൂടെ പോകാതിരിക്കാനേ സണ്ണിക്ക് തോന്നിയില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സണ്ണി തന്റെ അനിയത്തെയും കുടുംബത്തെയും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കുഞ്ഞുവാവ് മാത്രമല്ല, ഒരു മൂത്ത മകനും കൂടി അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവൻ ഇവരെ എല്ലാവരെയും കാണുന്നത്. അങ്ങനെ സണ്ണിയെ വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കാണുന്ന അവൾ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല. എന്തായാലും വീട്ടിൽ വന്നിരിക്കുന്ന ഈ പുതിയ മനുഷ്യൻ ആരാണെന്ന മട്ടില് റിയാന്റെ മൂത്ത മകൻ ഇടയ്ക്കിടയ്ക്ക് സണ്ണിയെ എത്തി നോക്കുന്നത് കാണുന്ന അവനെ കാര്യമായി അടുത്തേക്ക് വിളിച്ച് അതെ നീ ഇപ്പൊ ചേട്ടനായിരിക്കാണ്, അനിയത്തിയെ പൊന്നുപോലെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അവൻ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് അമ്മ അങ്കിൾ എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ജപ്പാനിൽ പറയുന്നുണ്ട്. കാരണം കുഞ്ഞിന് ജപ്പാൻ ഭാഷ മാത്രമേ അറിയൂ. ഇത് കേൾക്കുന്ന റിയാന് പക്ഷെ കാര്യം മനസ്സിലാവുന്നു. അവൾ വേഗം തന്നെ ചേട്ടന്റെ അടുത്തേക്ക് എത്തി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവനും വളരെയധികം ഇമോഷണൽ ആവുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ എല്ലാ പിണക്കവും പരിഭവവും തെറ്റിദ്ധാരണയും എല്ലാം മാറി ആ ചേട്ടനും അനിയത്തിയും ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ ഹാപ്പിയായി അവർ മുന്നോട്ട് ജീവിക്കുന്നു. കൊച്ചുനാളില് ചേട്ടന്റെ അടുത്ത് നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച ആ കെയർ എല്ലാം കിട്ടുന്ന സന്തോഷത്തില് റിയാനും അവളെ കെയർ ചെയ്യേണ്ട സമയത്ത് തനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ തെറ്റ് ഇത്ര വൈകിയാണെങ്കിലും തനിക്ക് തിരുത്താൻ സാധിച്ചല്ലോ എന്ന ഒരു സന്തോഷത്തിൽ സണ്ണിയും അങ്ങനെ ഹാപ്പിയായി അവരുടെ കഥ മുന്നോട്ട് പോകുന്നിടത്ത് നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടനോ അനിയത്തിയോ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.